ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നഡ്ഡ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27ാമത് കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിൽ 2ാം മത്സരത്തിൽ സിംബാബ്വേക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 ദിവസമായി രാജ്യത്ത് വിദ്യാർത്ഥി പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യം കടുത്ത വേദനയുണ്ടാക്കിയതായി ശ്രീ പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിനും നിരന്തരമായ പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. 2026 നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണം CBIക്ക് കൈമാറിയിരുന്നതായും ആദ്യ പരീക്ഷ റദ്ദാക്കിയിരുന്നതായും ശ്രീ പ്രധാൻ ഓർമ്മിപ്പിച്ചു. അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്താനാണ് സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള പരമാവധി നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. हम एजुकेशन के एग्जामिनेशन के रिफॉर्म्स के लिए जो आपका चार्टर है उस पर हम गहन चिंतन भी करेंगे और आपके डेलीगेशन के साथ बातचीत करके जो कुछ भी हम डेलिब्रेट कर सकेंगे वो हम करने का प्रयास करेंगे. കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി CJP വക്താക്കളായ സൗരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ 3ാം ഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാന്റെ സേവനങ്ങൾക്കും രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജു നന്ദി അറിയിച്ചു. അതേസമയം രാജ്യ ചരിത്രത്തിലെ നിർണായക നിമിഷമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. വിദ്യാർത്ഥികളുടെ ധൈര്യത്തെ പ്രിയങ്ക ഗാന്ധി പ്രശംസിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. വ്യാജ വാർത്തകൾ, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വീഡിയോകൾ തുടങ്ങിയവ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ പങ്കുവയ്ക്കുന്നതായും ഇത്തരത്തിലുള്ള 400-ലധികം അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായും സെൻട്രൽ ഡൽഹി DCP രോഹിത് രാജ്ബീർ സിംഗ് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി UPSC പ്രതിഭ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ K രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
27ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീര സൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. റൊമാനിയയുമായുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ റൊമാനിയയിലെ ഇന്ത്യൻ സമൂഹം സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകളെ രാഷ്ട്രപതി പ്രശംസിച്ചു. ബുക്കാറസ്റ്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പ്രവാസികൾ എല്ലായ്പ്പോഴും അവരുടെ മാതൃരാജ്യവുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തുന്നതായും അവരുടെ സേവനങ്ങളും സമർപ്പണബോധവും ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. पिछले 2 दिनों की अपनी यात्रा के दौरान मैंने भारत के प्रति रोमानिया की आत्मीयता और सद्भावना को मैं प्रत्यक्ष अनुभव किया. आज हमारे दोनों देशों के बीच सहयोग पहले से कहीं अधिक व्यापक और गतिशील है. हमारी सरकारें सस्टेनेबल डेवलपमेंट, क्लाइमेट चेंज से निपटने के प्रयासों, आतंकवाद के विरुद्ध सहयोग तथा रूल्स बेस्ड शांतिपूर्ण अंतर्राष्ट्रीय व्यवस्था को बढ़ावा देने जैसे विश्व मुद्दों पर मिलकर कार्य कर रहे हैं. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഗുജറാത്തിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗോവ, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദാമൻ, ദാദ്ര, നാഗർ ഹവേലി, ദക്ഷിണ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന 170 പേരെ ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തുടർച്ചയായ മഴ, വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വെല്ലുവിളി എന്നിവയ്ക്കിടയിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഈ മാസം 22-ന് അർദ്ധരാത്രി മുതൽ 11 ഘട്ടങ്ങളായാണ് രക്ഷാപ്രവർത്തനം നടന്നത്. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചരായ്ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. പ്രധാന നദികളെല്ലാം അപകടനില കവിഞ്ഞൊഴുകുന്നത് അപ്പർ അസമിലെ വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇതുവരെ 1 ലക്ഷത്തിലധികം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. സിക്കിമിലെ നാംചി ജില്ലയിലെ ഫാംതാം ഗ്രാമത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർ മരിച്ചു. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺ നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് 1 മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജാദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഹത് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ സമേഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ ഖുറയ്യ സലേമിനെ അനഹത്ത് നേരിടും. പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരാനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു വന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നഡ്ഡ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് നാളെ. 27ാമത് കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ 2ാം മത്സരത്തിൽ സിംബാബ്വെക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.